നേരത്തെ പറഞ്ഞ 62-ൽ നിന്നും മാറി 77-ലേക്ക് സീറ്റുകൾ യുപിയിൽ എൻഡിഎ സഖ്യം നേടുന്നു. 3 സീറ്റുകൾ മാത്രം നഷ്ടപ്പെടുന്നു. അതിൽ 2 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന്, സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് 2 സീറ്റുകൾ ലഭിക്കുന്നു. സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൽ നമുക്ക് അറിയേണ്ടത് സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ഓരോ സീറ്റുകൾ ലഭ്യമാകുമോ എന്നുള്ളതാണ്. അതോ രണ്ടും സമാജ്വാദിക്ക് തന്നെയാണോ എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകേണ്ടത്. അതിലൊരു വ്യക്തത വന്നിട്ടില്ല. അപ്പോഴും 77 സീറ്റുകൾ നേടി യുപിയിലെ 57% വോട്ട് ഷെയറും നേടി ഇന്ത്യ സഖ്യത്തിൽ എൻഡിഎ സഖ്യം മുന്നേറുന്നു. 77 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 13 സീറ്റുകൾ എൻഡിഎക്ക് അധികമായി ലഭിക്കുന്ന സാഹചര്യമാണ്. നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെയുണ്ട്. നേരത്തെ അപർണ പറഞ്ഞ പോലെ അയോധ്യ പ്രധാന വിഷയമാണ്. പുതിയ സഖ്യങ്ങൾ യുപിയിൽ എൻഡിഎ സഖ്യം രൂപീകരിച്ച പശ്ചാത്തലമുണ്ട്. പുതിയ ആളുകൾ ബിജെപിക്കൊപ്പം വന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ചേരുമ്പോഴാണ് 26% വോട്ട് ഷെയറിലേക്ക് ഇന്ത്യ സഖ്യം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. പ്രധാനമായും റായ്ബറേലി ആര് പിടിക്കും ഇത്തവണ എന്നുള്ള ഒരു ചോദ്യമൊക്കെ വളരെ പ്രധാനമായിട്ട് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. സോണിയാഗാന്ധി ലോക്സഭയിൽ രാജ്യസഭയിലേക്ക് പോകും. കോൺഗ്രസ് സീറ്റ് ഉണ്ടോ അവിടെ? ആ 2 സീറ്റ് ആരുടെയാണ് എന്നുള്ള ഒരു ചോദ്യം നഷ്ടപ്പെട്ടു. റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോകുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ അവിടെ 2 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിൽ ആർക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. റായ്ബറേലി കോൺഗ്രസിന് നിലനിർത്താനാകുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം. കാരണം ബിജെപി 5 വർഷം മുമ്പ് തന്നെ അവിടെ കൃത്യമായ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. അവർ കൃത്യമായി സ്ഥാനാർത്ഥി അടക്കം പ്ലേസ് ചെയ്ത് കൃത്യമായ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ലഭിക്കുന്ന 2 സീറ്റുകളിൽ ഏതൊക്കെയാണ് എന്ന ചോദ്യം പരമപ്രധാനമാണ്. 77 സീറ്റുകളാണ് പറഞ്ഞ 77 സീറ്റുകളുമായി ലോക്സഭയിൽ എത്തുമ്പോൾ ഈ ബിജെപി അവകാശപ്പെടുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്ന ആ 370 ബിജെപിക്ക് ഉള്ള സീറ്റുകൾ 400 സീറ്റുകൾ ഇന്ത്യയെ തികയ്ക്കുമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ 77 സീറ്റുകൾ ചെറിയ കോൺട്രിബ്യൂഷൻ അല്ല നൽകുക. ആ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ എങ്ങനെ കാവി നിറത്തിലേക്ക് പരിപൂർണമായി മാറിയ ഉത്തർപ്രദേശ് വീണ്ടും അതിൽ കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഉത്തർപ്രദേശിൽ എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഉത്തർപ്രദേശ് പൂർണ്ണമായും ബിജെപി അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഘട്ടത്തിൽ അറിയാമായിരുന്നു, അവിടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ടൈറ്റ് ഫൈറ്റ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. സ്മൃതി ഇറാനി അങ്ങനെ അവിടെ അമേഠിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്താണ് ജയിക്കുന്നത്. ഇത്തവണ റായ്ബറേലിയും സമാനമായ ടൈറ്റ് ഫൈറ്റിൻ്റെ ഒരു കേന്ദ്രമാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നത് ബിജെപിയുടെ ഒരു പ്രൈം ഫോക്കസാണ്. മാത്രമല്ല അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബിജെപി ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന് ഇത്തവണ പക്ഷേ അവിടെ കോൺഗ്രസ് SP സഖ്യം സമാജ്വാദിയുമായുള്ളൊരു സഖ്യം അവിടെ നേരത്തെ തന്നെ ആദ്യം ഫലപ്രദമാകില്ല എന്നുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഫലപ്രദമായി എത്താൻ കഴിഞ്ഞു. അവർക്ക് 15 സീറ്റ് ഏറ്റവും ഒടുവിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം 17 സീറ്റ് കോൺഗ്രസിന് നൽകാം എന്ന ഒരു വാഗ്ദാനം SP ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മത്സരിക്കാൻ പറ്റുന്നൊരു ടർഫ് തയ്യാറായി എന്നതാണ് ഉത്തർപ്രദേശിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായും കുറച്ച് സീറ്റുകളിൽ അവർ ജയിക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് BSPക്ക് സ്വാധീനമുള്ള ചില ഉത്തർപ്രദേശിൻ്റെ നോർത്തേൺ ഉത്തർപ്രദേശിലെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ ഷഹറാപൂർ, അതുപോലെ ബിജ്നോർ തുടങ്ങിയ മണ്ഡലങ്ങൾ, അതുപോലെ നാഗിന തുടങ്ങിയ മണ്ഡലങ്ങളിൽ BSPക്ക് ശക്തമായ സ്വാധീനം ഉണ്ട്. BSPക്ക് കഴിഞ്ഞ തവണ 10 സീറ്റുകൾ ലഭിച്ചിരുന്നു 2019 അല്ലേ മനു? അതെ, ഈ സീറ്റുകളിലാണ് ഇപ്പോൾ ഒരു സീറ്റിലേക്ക് നമ്മുടെ സർവേ ഫലം അനുസരിച്ച് ഒരു സീറ്റിലേക്ക് BSP ഒതുങ്ങേണ്ടി വരുന്നത്. അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി കൂടിയാണെന്ന് അതിനോട് കൂട്ടി വായിക്കണം. അതെ, BSPക്ക് സ്വാഭാവികമായും ആ ഒരു സാഹചര്യമേ ഉണ്ടാവുള്ളൂ. ഏതായാലും ഈ BSP എടുത്തൊരു നിലപാടൊക്കെ ഇത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിൽ എടുത്ത കാലതാമസം BJPക്കൊപ്പവുമില്ല, ഇന്ത്യ മുന്നണി സഖ്യത്തിനൊപ്പവുമില്ല. കുറെ രാഷ്ട്രീയ വിശകലനം നടത്തുന്നവരെല്ലാം ചോദിച്ചത് എവിടെയാണ് BSP, എവിടെയാണ് മായാവതി, ചിത്രത്തിൽ പോലും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയർന്നതാണ് ഈ കഴിഞ്ഞ സമയങ്ങളിൽ. അക്ഷരത്തിൽ അത് ഈ BSPയുടെ നിലപാട് ഒരു പരിധിവരെ BJPയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നോക്ക വോട്ടുകൾ അടക്കം കണക്കാക്കുമ്പോൾ അല്ലേ? അല്ല, സ്വാഭാവികമായും BJPക്ക് ഈ ഉത്തർപ്രദേശിൽ
ചില ബെൽറ്റുകളുണ്ട്. ഇപ്പോൾ ഈ സഹറാൻപൂർ, അതുപോലെ അമ്രോഹ തുടങ്ങിയ മണ്ഡലങ്ങളിലുള്ള വലിയ ന്യൂനപക്ഷ കൺസോൾട്ടേഷന് മാത്രമേ BJPയെ ബാധിക്കുന്നൊരു ചെറിയ വിഷയമായി വരുന്നുള്ളൂ. അല്ലാത്തിടത്തെല്ലാം തന്നെ ശക്തമായ സാന്നിധ്യം അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്ത, വാരണാസിയിൽ അവിടെ ഒരു മുൻ MLA ആയിരുന്ന സുരേന്ദ്ര സിംഗ് പാട്ടീൽ BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നിഷാദ്, അതുപോലെ ഈ OBC വിഭാഗങ്ങളുണ്ട്, ജാട്ടുകൾ, നിഷാദുകൾ, കുർമീസ്, രാജ്ബർ തുടങ്ങിയ വിഭാഗങ്ങൾ എല്ലാം ശക്തമായി BJPക്കൊപ്പം നിൽക്കുന്നു എന്ന ചിത്രം കൂടിയാണ് ഇത് നൽകുന്നത്. ഒപ്പം ഈ ബിജ്നോർ അതുപോലുള്ള ബാഗ്പട്ട് തുടങ്ങിയ മേഖലകളിൽ BJPക്ക് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്നാദളിൻ്റെ ഒരു ചെറിയ പിന്തുണ BJPക്കുണ്ട്. അത് എത്ര കണ്ട് പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യം കൂടി നോക്കേണ്ടത്. എന്നാലും വോട്ട് ഷെയറിൽ BJPക്ക് 50%-ലധികം ഉത്തർപ്രദേശിൻ്റെ വോട്ട് ഷെയർ BJPക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ആ വോട്ട് ഷെയർ കൃത്യമായി പ്രതിഫലിക്കുന്നതാണ്. മാത്രമല്ല, ഈ നമ്മൾ പല റീജിയൻ വൈസായി നോക്കണം, പ്രത്യേകിച്ച് ഈ പൂർവാഞ്ചൽ മേഖലയിൽ നോക്കുകയാണെങ്കിൽ അവിടെ BJPക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്വാധീനമുള്ള മേഖലയാണ്. ബാക്കി ഉള്ളത് ഈ BSPക്കാണ്. അവിടെ പിന്നീട് 2019 ചില സാധ്യതകൾ ഉണ്ടായിരുന്നു. തീർച്ചയായും മനു, അതായത് നമുക്കറിയാം, അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം എന്നത് BJP കഴിഞ്ഞ തവണ മുന്നോട്ട് വെച്ച പ്രധാന അജണ്ടകൾ ഒന്നായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് മടങ്ങുന്ന ഒരു സർക്കാർ, മാറുന്ന ഒരു സർക്കാർ എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഏറ്റവും ഒടുവിൽ CAA വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. രാമക്ഷേത്രത്തിന്റെ BJP നടപ്പിലാക്കിയതിന്റെ വിളഭൂമിയായി മാറേണ്ട ഒരു സംസ്ഥാനമാണ് സ്വാഭാവികമായും UP. അവിടെ 70 സീറ്റിന് മുകളിൽ ലഭിച്ചില്ലെങ്കിൽ അവർ എന്ത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നു എന്ന ചോദ്യം പ്രസക്തമായി ഉയരും. അപ്പോൾ 77 എന്നുള്ളത് BJP പ്രതീക്ഷിക്കുന്ന ഒരു സംഖ്യയാണ്. കാരണം 1.5 ലക്ഷം പേർ വന്നു മടങ്ങുന്ന രാമക്ഷേത്രമാണ് അയോധ്യയിൽ ഇപ്പോൾ ഉള്ളത്. ദിനംപ്രതി 1.5 ലക്ഷം പേർ അവിടെ ദർശനം നടത്തി മടങ്ങുന്നു. അതിൽ ഭൂരിഭാഗം പേരും UPക്കാരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുമുണ്ട് എന്നുള്ളത് ഇലക്ഷന്റെ ഒരു ചൂടിലേക്ക് കടക്കുന്നതിന് മുൻപ് അയോധ്യ പോയ ഒരാളുണ്ട്. ഈ ഒരു പൾസ് ഒരുപക്ഷെ ഈ 77 എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ അത് കുറഞ്ഞ ഒരു പ്രതീക്ഷയൊന്നുമല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പൾസ് തന്നെ അവിടെ നിന്ന് കിട്ടുകയും. കാരണം രാമക്ഷേത്രം നമുക്കറിയാം BJPയുടെ മുഖ്യ അജണ്ടയായിരുന്നു. 2024 അത് ജനുവരിയിൽ 21 അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ BJP പ്രതീക്ഷിക്കുന്നത് പലവിധ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നിർമ്മാണം പൂർത്തിയായിട്ടില്ല, അവിടെ അതിന് മുൻപ് എന്തിന് എന്ന ചോദ്യം ഉയരുമ്പോൾ അതിനുള്ള മറുപടി നിരവധി BJP നേതാക്കൾ നൽകിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണത്തോടെ അയോധ്യയുടെ മുഖച്ഛായ മാറുന്നു. BJP പ്രതീക്ഷിക്കുന്ന പോലെ UP ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുന്നു. അയോധ്യയിൽ ടൂറിസം സിറ്റി പോലെയുള്ള വലിയ സംവിധാനങ്ങൾ ഉയരുന്നു. കോടികളുടെ നിക്ഷേപം വരുന്നു. സ്വാഭാവികമായും ഇതൊക്കെ അയോധ്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ കൂടി അത് പ്രതിഫലിക്കും. അത് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസിനെതിരെ കൃത്യമായി അയോധ്യ ഉപയോഗിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ സമയത്ത് പോലും BJP നേതാക്കൾ, ഉപമുഖ്യമന്ത്രി അടക്കം പറയുന്നത് ഈ അയോധ്യയിലേക്കുള്ള ക്ഷണം നിരസിച്ച കോൺഗ്രസിനെ തള്ളിക്കളയും ജനം പൊതു തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അയോധ്യ തങ്ങൾക്ക് എത്രത്തോളം അനുകൂലമാകുന്നോ അത്രത്തോളം തന്നെ ആ എടുത്ത നിലപാട് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുമെന്ന് ധൈര്യത്തോടു അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ എടുത്ത നിലപാടിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് കോൺഗ്രസ് MLAമാരും MP മാരും ഒക്കെ അയോധ്യ രാമക്ഷേത്രത്തിൽ എത്തുകയും ദർശനം നടത്തി മടങ്ങുകയും ചെയ്തു. കാരണം കോൺഗ്രസ് എടുത്ത നിലപാടിൽ ആരും രാമക്ഷേത്രത്തിലേക്ക് പോകണ്ട എന്ന് കോൺഗ്രസിന് പറയാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ അമ്പെ പരാജയപ്പെട്ടേനെയും കോൺഗ്രസ് ഒരു പക്ഷേ പല കാര്യങ്ങളിലും. അവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിനെ എതിർക്കുമ്പോൾ പോലും പോയ കോൺഗ്രസ് നേതാക്കളെ, MP മാരെ, MLAമാരെ ഒന്നും വിലക്കാൻ ആ പാർട്ടിക്കായില്ല. അങ്ങനെ നിരവധി കാഴ്ചകൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈ അവ്യക്തതകൾ വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ BJPക്ക് NDA സമയത്ത് അതായത് ഒരു വശത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അയോധ്യയാണ്. അതേസമയം വികസന പദ്ധതികളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണ് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി. വികസനത്തിന് വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സമാജ്വാദി പാർട്ടിക്കോ കോൺഗ്രസിനോ വോട്ട് ചെയ്ത് സമയം കളയരുത് എന്ന് പറയുന്നിടത്ത് ഞങ്ങളിതൊരു ബാലൻസ് കൊണ്ടുവരികയാണ് എന്ന് നോക്കാനുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് കൂടി. ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ അടുത്ത കാലത്തായി പ്രഖ്യാപിക്കപ്പെട്ടത് UP എന്ന സംസ്ഥാനത്തിന് വേണ്ടിയാണ്. കേരളവും അത്തരത്തിൽ ആക്ഷേപം ഉയർത്തുന്നുണ്ട്. ഈ ഫണ്ടുകൾ അലോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ UPക്ക് പോകുന്നു എന്ന ആക്ഷേപം, അതിന് മറുപടി കേന്ദ്രം നൽകുന്നുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മനു, മോദിക്ക് മാത്രമല്ല യോഗിക്ക് കൂടി ഇടുന്ന വോട്ടുകളാണ് അവിടെ 77ലേക്ക് BJP എത്തുന്നത് എന്ന് കരുതണം. കാരണം അത്ര കരുത്തനായ മുഖ്യമന്ത്രിയായി അവിടെ യോഗി ആദിത്യനാഥ് വളർന്നു കഴിഞ്ഞു. 2024 ഒരു പക്ഷേ മോദി അധികാരത്തിൽ വന്നാൽ അതിനുശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി കൂടി BJP വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നേതാവാണ് യോഗി.